അതിരപ്പള്ളിയിൽ കാട്ടാന റോഡിലേക്ക് പന മറിച്ചിട്ടതിനെ തുടർന്ന് 2 സ്ഥലങ്ങളിലാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. കാലടി പ്ലാന്റേഷൻ 17-ാം ബ്ലോക്കിലെ ഫാക്ടറിക്ക് സമീപത്തും 18-ാം ബ്ലോക്കിലെ ഏഴാറ്റുമുഖം ഡാം പരിസരത്തുമാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. പന വീണ് ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്ന് വൈദ്യുതിയും തടസ്സപ്പെട്ടു. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയ്, ആകെ പ്രശ്നമാണല്ലോ, ഗതാഗതമൊക്കെ തടസ്സപ്പെട്ടിട്ടുണ്ട്, വൈദ്യുതിയൊക്കെ പ്രശ്നമായിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ? സ്ഥിരമായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ ആനകൾ. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ എണ്ണപ്പനത്തോട്ടത്തിലെത്തി പന മറച്ചിട്ട് ആ പനയ്ക്കുള്ളിലെ ഞാനും മറ്റുമൊക്കെ തന്നെ ഭക്ഷിക്കുന്നത് പതിവാണ്. ഇതിപ്പോൾ ഇടയ്ക്ക് ഉണ്ടാകുന്നത് പോലെ തന്നെ അത് നേരെ ഇന്ന് റോഡിലേക്കാണ് മറിച്ചിട്ടിരിക്കുന്നത്. ഈ റോഡിലേക്ക് പന മറിഞ്ഞതോടുകൂടി അതിലൂടെ പോകുന്ന ഇലക്ട്രിക് ലൈനുകൾ എല്ലാം തന്നെ തകരാറിലാവുകയും ചെയ്തു. ഇലക്ട്രിക് പോസ്റ്റിനൊക്കെ തകരാർ സംഭവിക്കുകയും ചെയ്തു. മാത്രമല്ല റോഡിന് കുറുകെ പന കിടക്കുന്നതിനാൽ തന്നെ ഗതാഗതവും സ്തംഭിച്ചു. 17-ാം ബ്ലോക്കിലും 18-ാം ബ്ലോക്കിലും അങ്ങനെ 2 സ്ഥലത്ത് ഈ കാട്ടാനക്കൂട്ടം ഇത്തരത്തിലുണ്ടായിരുന്നു. അതായത് രണ്ട് കൂട്ടമായി തന്നെയാണ് ഉണ്ടായിരുന്നത് ആനകൾ. ആ ആനകൾ അവിടെ തന്നെ നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ജീവനക്കാരും നാട്ടുകാരും എല്ലാവരും തന്നെ ചേർന്ന് ആനകളെ ബഹളം വെച്ച് ഓടിച്ച് കാട്ടിലേക്കും മറ്റു തുരത്തുകയാണ് ചെയ്തത്. പിന്നീട് ആ പന മുറിച്ചു മാറ്റുകയും ചെയ്തു. ഈ ആനകൾ പന മറിച്ചിട്ട് അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ വിവരം അറിഞ്ഞതിനെ തുടർന്ന് പ്ലാന്റേഷൻ റോഡിലെ ചെക്ക് പോസ്റ്റിന് സമീപം യാത്രക്കാരെ തടഞ്ഞു. അതുകൊണ്ട് തന്നെ മറ്റ് അപകടങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. ഉണ്ട് എന്നുള്ള കൃത്യമായ വിവരം ആളുകൾക്ക് അറിയിക്കാനും സാധിച്ചു. അതുകൊണ്ട് തന്നെ മറ്റ് യാതൊരു വിധത്തിലും ആളുകൾക്ക് നേരെ ആക്രമണമൊന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ള ആശ്വാസകരമായ കാര്യമാണ്. ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടില്ല.